ഇത്രയും കാലായിട്ട് നീ ഇപ്പോഴാ ഒരു നല്ല കാര്യം ചെയ്യുന്ന വസു. എന്റെ അടുത്തി ഫ്രൂട്ട്സ് കഴിച്ചാൽ നല്ലതാണെന്ന് ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. നീ അത് കേൾക്കുകയില്ലായിരുന്നു. എപ്പോ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചാലും അത് കഴിക്കുകയില്ലായിരുന്നു. ഇപ്പൊ നീ തന്നെ അതെടുത്ത് കഴിക്കുന്നുണ്ട്. എന്തെങ്കിലും വിശേഷമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. ചുമ്മാ ഇരുന്നപ്പോ കഴിക്കണമെന്ന് തോന്നി. ഇനി തോന്നിയില്ലെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പോഴേ ശരീരത്തിന് ബലവും ആരോഗ്യം കിട്ടും. ഇതാ ഏട്ടത്തി, ഏട്ടത്തിയും കഴിക്ക്. എടി വസു, നീ പെട്ടല്ലോടി. ഇനി നീ അനുഭവിക്കാൻ കിടക്കുന്നില്ലേ? എന്താടി വസൂത്? വീട്ടിലൊരു ഗർഭിണി അല്ലേടി ഉള്ളത്? അവളുടെ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവളെ ശുശ്രൂഷിക്കണമെന്ന് നിന്റെ ഭർത്താവ് അല്ലേടി പറഞ്ഞത്? അബി പറഞ്ഞ കാര്യത്തിൽ ഒരു വിലയും കൊടുക്കാതെ ഗർഭിണിയായവളെ ശ്രദ്ധിക്കാതെ നീ വയറ് നിറച്ച് തിന്നാണോടി? വളരെ നന്നായിട്ടുണ്ടടി, നന്നായി. എന്താ ഇളമ ഇങ്ങനെയൊക്കെ പറയുന്നേ? വസു അങ്ങനെ സ്വാർത്ഥതയുള്ള ആളൊന്നുമല്ല. ആ പിന്നെ ഇപ്പൊ ഇവൾ എന്താടി ചെയ്തേ? കാർത്തികയ്ക്ക് കൊടുക്കാതെ ഇവൾ ഒറ്റയ്ക്ക് നിന്ന് കഴിച്ചോണ്ടിരിക്കുക. കാർത്തികയെ ശുശ്രൂഷിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടേക്ക് വസു. ഞാൻ വേറെ ആളെ വെച്ച് നോക്കിക്കോളാം. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഇപ്പൊ അങ്ങോട്ട് കാർത്തികയ്ക്ക് ജ്യൂസ് കൊടുത്തേ ഉള്ളൂ. നേരത്തെ കൊടുത്ത കാര്യല്ലടി, ഇപ്പൊ നീ എന്ത് കൊടുത്തു എന്ന് പറ. നീ കഴിച്ച ഫ്രൂട്ട്സിലെ ഒരു ചെറിയ കഷ്ണെങ്കിലും അവക്ക് കൊടുത്തോടി. ഇപ്പൊ കൊടുക്കണമേ. നീ എന്തിനാ കാർത്തിക ഇപ്പൊ ഇറങ്ങി വന്നേ? ഫ്രൂട്ട്സ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. നീ അവളെ റൂമിലേക്ക് പോവാത്തോണ്ടാ പാവം അവൾ നിന്നെ അന്വേഷിച്ചു വന്നേ. ഇങ്ങനെ അവളെ നോക്കേണ്ട കാര്യമുണ്ടോടി? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാണ് വസു, കാർത്തികയെ ശുശ്രൂഷിക്കാനുള്ള താല്പര്യം നിനക്കുണ്ടോ ഇല്ലയോ? എന്നോട് ക്ഷമിക്കമ്മേ. ഇനി മുതൽ ഞാൻ കാർത്തികയെ പൊന്നു പോലെ നോക്കിക്കോളാം അമ്മേ. കാർത്തികയുടെ കാല് നിലത്ത് തൊടാതെ നീ നോക്കണം. നിനക്ക് പറ്റിയെങ്കിൽ പറ, ഇല്ലെങ്കിൽ അത് വിട്ടേക്ക്. ഇവളെന്റെ ഇളയതല്ലേ, ഇവളെ ഞാൻ ശുശ്രൂഷിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള തോന്നലുണ്ടോ വസു? കാർത്തികയെ ഞാൻ അന്യായിട്ട് കണ്ടിട്ടേ ഇല്ല അമ്മേ. ഭാവനയേട്ടത്തി എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണുന്നേ, അതുപോലെ കാർത്തികയെ ഞാൻ അനിയത്തിയായിട്ടാ കാണുന്നത്. നിന്റെ സംസാരത്തിന് കുറവില്ലല്ലോ. നിന്റെ സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കേ. എപ്പോഴും നിന്റെ സുഖം മാത്രം ശ്രദ്ധിക്കല്ലേ. വസു അങ്ങനെയുള്ള ഒരാളല്ലെന്ന് ഇളയമ്മയ്ക്കും അറിയില്ലേ? ഒരു കാര്യമില്ലാതെ അമ്മയുടെ മുമ്പിൽ വസുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. കേട്ടെടുത്തി, പ്രായത്തിൽ മൂത്ത് എനിക്ക് നല്ല കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നാണോ? ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി നിൽക്കുമ്പോ എന്നെ ചാടിക്കടിക്കാൻ വരിക ഇവള്. ഭാവനയ്ക്ക് നിന്നോടുള്ള സ്നേഹം കാർത്തികയോട് നിനക്കുണ്ടാവേണ്ടതല്ലേ വസു? ഇനി മുതൽ അങ്ങോട്ട് കാർത്തികയ്ക്ക് എന്ത് കുറവ് വന്നാലും ഞാൻ സഹിക്കില്ല. ജയന്തി ചേച്ചി, ജയന്തി ചേച്ചി. മഞ്ജുളയോ, വരൂ. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്റെ പേരക്കുട്ടിക്ക് നാളെ മുടിയെടുക്കുന്ന ചടങ്ങാണ്. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് വരണം ജയന്തി ചേച്ചി. എന്താ മഞ്ജുള ഈ പറയുന്നേ? നിന്റെ പേരക്കുട്ടിയുടെ മുടിയെടുക്കൽ അടുത്ത മാസം ആണെന്നല്ലേ നേരത്തെ പറഞ്ഞത്? എന്താ പെട്ടെന്ന് നാളെ തന്നെ ആക്കിയത്? ജയന്തി ചേച്ചി പറഞ്ഞത് എന്തായാലും സത്യമാണ്. എന്റെ ചെറുമോൻ അടുത്ത മാസം പിറന്നാളാണ്. അപ്പൊ ചെയ്യാമെന്നാ വിചാരിച്ചിരുന്നേ. പക്ഷേ കുറച്ചു മുമ്പ് ഒരു സ്വാമിജിയുടെ അടുത്ത് എന്റെ കൊച്ചുമോനെയും മരുമോളെയും കൊണ്ടുപോയായിരുന്നു.
ദേവദേവസ്വാമി എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നലെ എന്റെ കൊച്ചുമോന്റെ ജാതകം കണ്ടിട്ട് നാളെ മുടിയെടുക്കൽ നടത്തിയ വളരെ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ആ സ്വാമി ജാതകം നോക്കി ഭാവി കാര്യങ്ങൾ പ്രവചിക്കോ? അതെ സുമംഗലി, നടന്നതും നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതും എല്ലാം പറഞ്ഞു തരും. എന്തിനധികം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചും ആ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുതരും. അങ്ങനെയാണെങ്കിൽ എന്റെ രണ്ടാം കല്യാണം എപ്പോ നടക്കുമെന്നും കൂടി ചോദിക്കാലോ. ജയന്തി ചേച്ചി, നിങ്ങളുടെ ചെറിയ മരുമകൾ ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞത്? സമയം കിട്ടുമ്പോ നിങ്ങളുടെ ചെറിയ മരുമകളെയും കൊണ്ട് ആ സ്വാമിജിയെ ഒന്ന് കണ്ടിട്ട് വരൂ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരും. എന്നാ ഞാൻ ഇറങ്ങോ? ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. ശരി, നന്നായിരിക്കട്ടെ. മഞ്ജുള പറഞ്ഞ കാര്യം നല്ലതല്ലേ കാർത്തികേ? നാളെ തന്നെ നമുക്ക് പോയി സ്വാമിജിയെ ദർശിച്ചിട്ട് നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ചോദിക്കാം. ഭാവനെ, വസു, നാളെ നിങ്ങൾ രണ്ടുപേരും ജാതകം എടുത്തിട്ട് എന്റെ കൂടെ വരണം. സ്വാമിജിയോട് നിങ്ങളുടെ കാര്യവും ചോദിക്കാം. അങ്ങനെ ആകട്ടെ അമ്മേ. നാളെ നമ്മളെല്ലാവരും സ്വാമിജിയെ കാണാനായിട്ട് പോവാണ്. നിങ്ങൾ എല്ലാവരും തയ്യാറായിരുന്നോണം. അയ്യോ, കാർത്തിക ഗർഭിണിയല്ലെന്നുള്ള കാര്യം ഇനി ആ സ്വാമിജി എങ്ങനെ വിളിച്ചു പറഞ്ഞാലോ? ഞാൻ ഗർഭിണിയാണെന്ന കാര്യം ആ സ്വാമിജി എങ്ങാനും പറഞ്ഞാലോ? നാളെ എന്റെ കഥ തീരുന്ന തോന്നുന്നു. ഭഗവാനെ, നാളെ ആ സ്വാമിജിയുടെ അടുത്ത് പോകണമെന്നാ പറയുന്നത്. അത്രയ്ക്ക് മഹാനായ സ്വാമി അത്രേ അദ്ദേഹം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാലോ? ആ സത്യം അറിഞ്ഞ പിന്നെ അമ്മ എന്ത് പറയൂന്നറിയില്ല. ഇല്ല, ഞാനൊട്ടും ടെൻഷനാവാൻ പാടില്ല. ടെൻഷനായ വയറ്റിലുള്ള കുഞ്ഞിനെ അത് ബാധിക്കും. ഞാനിപ്പോ റിലാക്സ് ആവുക വേണ്ടേ, സമാധാനായിട്ടിരിക്കണം. കൺമണി കുഞ്ഞിനു പൊട്ടുകുത്താൻ നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടിവാമുകിലേ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം അമ്പിളി പോൽ നെഞ്ചിൽ ചേർത്തു
രാരീരം പാടാം ഞാൻ. ഒരു കുഞ്ഞിക്കിനാവിന്റെ തോളിൽ നീയൊന്നുറങ്ങാമോ? കുഞ്ഞു തിങ്കൾ കിടാവിന്റെ മേൽ രാരീരം പാടാം ഞാൻ. ഇണയായി നീ, തുണയായി നീ, എൻ കനവോളം. ഒരു കുഞ്ഞിക്കിനാവിന്റെ തോളിൽ നീയൊന്നുറങ്ങാമോ? കുഞ്ഞു തിങ്കൾ കിടാവിന്റെ മേൽ രാരീരം പാടാം ഞാൻ. ഏട്ടൻ എന്തായി പറയുന്നേ? താനെന്തിനാ എങ്ങനെ മറച്ചു പിടിക്കുന്നത്? കാര്യം എന്താ എന്നോട് പറയില്ലേ? എന്താ കാര്യം? തനിക്കറിയാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം വസുന്ധര. ഏട്ടൻ എന്താ അറിയാവുന്നെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ കണ്ടതാ. എന്ത് കണ്ടെന്ന്? താനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാനോ? ഇല്ലല്ലോ. താൻ ശരിക്കും നല്ല പരിഭ്രമത്തിലാണ്. എന്താടോ ഇത്? അത് എന്നോട് പറഞ്ഞില്ലല്ലോ. തനിക്ക് ബൊമ്മയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണോ? നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊഞ്ചിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓഫ് കോഴ്സ്. ഈ ബൊമ്മ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. വെരി ക്യൂട്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന പോലെയാണല്ലോ ബൊമ്മയെ കൊഞ്ചിക്കുന്നേ. ഇതിനോടൊപ്പം കളിക്കുന്നു, ഇതിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വരെ കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്താണ് തോന്നുന്നറിയോ? ഈ അടുത്ത കാലത്ത് സംസാരിക്കാൻ തുടങ്ങിയ കുട്ടിയോട് മറ്റൊരു കുഞ്ഞ് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. ആ സമയത്ത് താൻ കൂടുതൽ സുന്ദരിയായിരുന്നു. താൻ ഇത്രയൊക്കെ ചെയ്യുന്നതിന് കാരണം
ബൊമ്മകൾ തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഞാൻ അമ്മയാവാൻ പോകുന്ന കാര്യം എങ്ങനെയാ ഞാൻ ഏട്ടനോട് പറയുന്നത്? ഏട്ടന്റെ ജീവന്റെ അംശം എന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയും? താൻ ഉണ്ണിയുടെ ചെറിയ പ്രായത്തിൽ അവനോട് എങ്ങനെ കൊഞ്ചിയിരുന്നോ, എങ്ങനെ താലോലിച്ചിരുന്നോ, എങ്ങനെ നോക്കിയിരുന്നോ എന്നൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് ആ വിഷമം മാറിക്കിട്ടി. നിങ്ങളെപ്പോലെ ഒരു പയ്യനോ അനുവിനെയും കീർത്തിയും പോലെ ഒരു പെൺകുട്ടിയോ എന്റെ വയറ്റിനുള്ളിലുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്ന എന്റെ ആഗ്രഹം. ഈ കാര്യം ഏട്ടനോട് പറയണമെന്ന് എനിക്കുണ്ടെങ്കിലും അത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത്. താൻ ശരിക്കും ഹാപ്പിയാണെന്ന് മാത്രം എനിക്കറിയാം. താൻ എന്നും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് എത്ര ബൊമ്മ വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഫ്രീ ടൈമില് ഇതിന്റെ കൂടെ സമയം ചെലവഴിച്ച് റിലാക്സ് ചെയ്തോളൂ. ഓക്കെ? പാവകളെ വാങ്ങി തരാനല്ലേ ഏട്ടാ, ഞാൻ തന്നെ ഏട്ടനൊരു കുഞ്ഞിനെ പ്രസവിച്ച് തരാൻ പോവുക. പക്ഷെ ആ കാര്യം എനിക്ക് ഏട്ടനോട് പറയാൻ പറ്റുന്നില്ല. ഏട്ടൻ തന്നെ അതെങ്ങനെയെങ്കിലും മനസ്സിലാക്ക്. ശരിക്കും ബൊമ്മ നല്ല ഭംഗിയുണ്ട്, വെരി ക്യൂട്ട്. താനിതിനെ കൊഞ്ചിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഐ എം വെരി സോറി തന്റെ സന്തോഷത്തിന്റെ ഇടയിൽ വന്നതിന്. പിടിച്ചോ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. എന്റെ ഈ അവസ്ഥ അമ്മയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്. നാളെ എന്ത് സംഭവിക്കും